നിർത്തിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചു കുറെ ദിവസമായി. നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഫുട്ബോളർ ആരാന്ന് അറിയോ? അതൊക്കെ ചോദിക്കണ്ട, അത് നമ്മളെ സ്വന്തം മെസ്സി തന്നെ. കാര്യം പറയട്ടെ, മെസ്സി ഇല്ല, നമ്മുടെ സ്വന്തം നെയ്മറാ. നീ വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചോക്ക്, അപ്പൊ വരും. നമ്മുടെ സ്വന്തം നെയ്മറാണ്. അന്നാ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ. നീ നോക്ക്, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നെയ്മർ തന്നെ വരാൻ പോകുന്നു, നമ്മുടെ സ്വന്തം നെയ്മർ. നെയ്മറാണ്ട് വരെ ആരും പറ്റില്ല. നീ നോക്കിയോ, 10 രൂപയ്ക്ക് പറ്റൂട്ടാ. ആടാ 10 രൂപ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ. നെയ്മർ കാണിച്ചാ നീ വിജയിച്ചു, മെസ്സി കാണിച്ചാ ഞാൻ വിജയിച്ചു. ഓക്കെ, ഞാൻ ഗൂഗിളിൽ സെർച്ച്. എന്ത് പറ്റി? നെയ്മർ തന്നെയല്ലേ? നോക്കാനൊന്നുമില്ല, നെയ്മർ തന്നെ. 10 രൂപ അന്നത്തെ വേഗം, അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പോയിട്ട് പൊറോട്ട ചിക്കൻ മേടിച്ചാൽ മതി. ഓക്കെ, ആടാ നീ ജയിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ ജയിച്ചു. എന്നാ എനിക്ക് അടുത്ത ചോദ്യം തരാ. എന്താ പിടിച്ചോ? ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാർ ഏതാ? അത് പറയും. നീ പറയും, ഏതാ ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാർ ഏതാ? അത് നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെനിക്കറിയാം. സുപ്ര. നീ പറഞ്ഞത് വീണ്ടും തെറ്റാ. അതല്ല, സൂപ്പർ അല്ല, BMW. നീ വേണമെങ്കിൽ അതും ഗൂഗിളിൽ എടുത്ത് വയ്ക്കോ, അത് ഞാൻ തന്നെ ജയിക്കുക. നീ നോക്കിക്കോ, നമ്മുടെ സൂപ്പർ തന്നെയാ. നീ ഗൂഗിളിൽ വേണേ സെർച്ച് ചെയ്തു. ഫോൺ നോക്കട്ടോ. കണ്ടാ, BMW ഏറ്റവും കൂടുതൽ. നീ വേണം നോക്കിക്കോ. ഇതും തെറ്റി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കാടാ. ശരി, ബൈ. ബൈ. അടുത്ത പ്രാവശ്യം തോൽക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. ബൈ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ ജയിക്കും. ഇപ്രാവശ്യം നീ ജയിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കും, നീ തോക്കും. അപ്പൊ ശരി, ബൈ.